Meet the editors. വീണ്ടും ധൂർത്തോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, കഴിഞ്ഞ തവണ നവംബറിലാണ് നമ്മൾ വളരെ വിശദമായി കേരളീയം ഒന്നാം ഘട്ടം വളരെ ചർച്ച ചെയ്തിരുന്നു. ആ ഒന്നാം എഡീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഒന്നത് ധൂർത്താണോ എന്നുള്ളതും, രണ്ടാമത്തത് അന്നത്തെ ആദിവാസി സമൂഹങ്ങളെ എങ്ങനെയാണ് ഷോക്കേസ് ചെയ്തത് എന്ന് കെ രാധാകൃഷ്ണന്റെ പ്രസ്താവനയും അത് പിന്നീട് ഉയർത്തിയ വിവാദങ്ങളുമായിരുന്നു. കുറച്ച് ദിവസം അതിൻ്റെ അനുരണനങ്ങളൊക്കെ നിന്നു. പക്ഷേ അതിനുശേഷം നവകേരള സദസ്സ് വന്നപ്പോൾ അത് മറന്നു. ഇപ്പോൾ ഇതാ രണ്ടാം ഘട്ടം വരുന്നു. രണ്ടാം എഡീഷൻ ഡിസംബറിലാണ്. ധൂർത്താണോ? യഥാർത്ഥത്തിൽ കേരളീയം എന്ന് പറയുന്ന ഈ പരിപാടി വലിയ പണച്ചെലവുള്ളൊരു പരിപാടിയായി നമുക്ക് കാണാൻ കഴിയില്ല. പരമാവധി ഒരു 50 കോടി രൂപയൊക്കെ ചിലവാക്കുന്ന ഒരു പരിപാടിയാണത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ധൂർത്ത് എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത്? അതാണല്ലോ പ്രധാനം. ഇപ്പം നമ്മുടെ സംസ്ഥാനം വളരെ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, അതേപോലെ തന്നെ അവശ്യ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാത്ത അവസ്ഥ, ഈ രീതിയിൽ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് ഒന്നാം കേരളീയം നടക്കുന്നത്, കഴിഞ്ഞ നവംബർ 1-ാം തീയതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനോട് വലിയ എതിർപ്പുകൾ സമൂഹത്തിലുണ്ടായിരുന്നു. അവിടെ സർക്കാർ നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് പൈസയെ ചിലവാക്കുന്നുള്ളൂ, കൂടുതലും സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സ്പോൺസർഷിപ്പും അന്ന് വലിയ വിവാദമായിരുന്നു. സത്യത്തിൽ ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിൻ്റെ ശൈലിയെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. നേതാക്കളുടെ ശൈലി, മുഖ്യമന്ത്രിയുടെ ശൈലി, മന്ത്രിമാരുടെ ശൈലി, പ്രവർത്തകരുടെ ശൈലി, അണികളുടെ ശൈലി. ഇവിടെ ഭരണത്തിനും ഒരു ശൈലിയുണ്ട്. ഭരണത്തിൻ്റെ ശൈലിയും ജനങ്ങൾക്കിടയിൽ മതിപ്പും അവമതിപ്പും ഉണ്ടാക്കും. അവിടെയാണ് ഈ പറയുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ കേരളീയം പോലെ ഒരു പരിപാടി നടത്തി ധൂർത്താണ് എന്നൊരു പ്രതീതി വരുന്നത് ഒരു ശൈലി പ്രശ്നമാണ്. അവിടെയും അങ്ങനെ ഒരു ശൈലി പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മഹത്വത്തെ ഷോക്കേസ് ചെയ്യുന്നതിന് നമ്മൾ ആരും എതിരല്ല. ആ അർത്ഥത്തിൽ നമുക്ക് ടൂറിസം രംഗത്തേക്ക് ആളുകളെ കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. വ്യവസായ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണകരമായി തീരുമെങ്കിൽ അതിനെയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രശ്നം ഒരു സർക്കാർ സുതാര്യമായി പ്രവർത്തിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കേരളീയം പരിപാടിയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഈ നിമിഷം വരെ അറിയില്ല ആരൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ കേരളീയത്തിൻ്റെ സ്പോൺസർമാർ എന്നുള്ളത്, എത്ര പണമാണ് സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ചത് എന്നുള്ളത്. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളൊരു സർക്കാർ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും അത് പബ്ലിക് ഡൊമൈനിൽ അതിൻ്റെ എല്ലാ ഡാറ്റാസും അവൈലബിൾ ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഞങ്ങൾ ഒന്നാം കേരളീയം പരിപാടി നടത്തി, അതിന് ഇത്ര തുക ചിലവായി, ഇത്ര സ്പോൺസർമാരുണ്ടായിരുന്നു, ഇന്ന ആളുകളായിരുന്നു സ്പോൺസർമാർ, അവരുടെ ഇത്ര തുക കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പരിപാടിയുടെ ഒരു ഇമ്പാക്റ്റും ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ, ഇന്ന ഗുണങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയോ വിമർശനങ്ങളെല്ലാം കുബുദ്ധികളുടെ സൃഷ്ടിയാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല ഒരു സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഏത് വിമർശനം വന്നാലും ആ വിമർശനത്തെ സംബന്ധിച്ച് സർക്കാരിന് ഒരു മറുപടി ഉണ്ടാകണം. ആ മറുപടി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വിമർശനം. അതുകൊണ്ടാണ് ഈ ഒന്നാം കേരളത്തിൽ നിന്ന് രണ്ടാം കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ജനങ്ങൾ പഴയ വിഷയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ നിന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യാസവും നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാത്ത ഘട്ടത്തിൽ വീണ്ടും നിങ്ങൾ കേരളീയവുമായി പോകുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കേരളീയത്തിൻ്റെ പരിപാടിയുടെ അവസാന വേളയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതൊരു തുടർ പരിപാടിയായിരിക്കുമെന്ന്. അപ്പോൾ വീണ്ടും ആ പരിപാടിയായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പരിപാടിയുടെ നേട്ടങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കുകയും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിക്ക് മധ്യേ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമല്ലേ സർക്കാരിനെതിരായിട്ടൊരു വിമർശനം ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുമാത്രവുമല്ലല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ നമ്മൾ ഈ സ്പോൺസർഷിപ്പിന് GST ഉദ്യോഗസ്ഥന്മാരെ വിട്ടത് തന്നെ വലിയ വിവാദമായിരുന്നു. അവരെയൊക്കെ അവസാനം ഈ വേദിയിൽ വിളിച്ചിരുത്തി ആദരിക്കുകയും ചെയ്തിരുന്നു സർക്കാർ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് എന്തായിരുന്നു? എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ മുതൽ വില്ലേജ് ഓഫീസർമാർ വരെ പണം പിരിച്ച് ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് കണ്ടെത്തണം എന്നാണ്. നോക്കൂ, ഒരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഓരോ മുതലാളിമാരെ കണ്ട് അല്ലെങ്കിൽ നിക്ഷേപകരെ കണ്ട് ഇത്തരം പരിപാടികൾക്ക് പണം പിരിച്ചാൽ ഉണ്ടാകാവുന്നൊരു പ്രശ്നം പറയാം. നമ്മുടെ നാട്ടിലൊരു സാധാരണ ചൊല്ലുണ്ടല്ലോ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല എന്ന് പറയുന്നൊരു കാര്യം എന്താ? ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ പണം സമാഹരിക്കും. ആ പണം സമാഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണം നൽകുന്ന ആളുകളോട് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം വന്ന് ഭവിക്കുക
രീതിയാണ്, അത് ശരിയായൊരു രീതിയല്ല. നമ്മൾ കണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെന്തെല്ലാം ഗുണങ്ങൾ ഓരോ സ്ഥാപനങ്ങൾക്കും ലഭിച്ചു എന്നത് ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ളൊരു പ്രവണത ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് ആശാസ്യമായ കാര്യമല്ല. ഇവിടെ ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ പോയാൽ ഈ പറയുന്ന സമ്മർദ്ദങ്ങളിലേക്ക് അവരെത്തിച്ചേരും എന്നുള്ളതാണ്. ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ് വഴിയും സ്പോൺസർഷിപ്പ് വഴിയൊന്നും അല്ലെന്നേ. അവർ പുതുതായിട്ട് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ വിവിധ മേഖലകളെ വികസിപ്പിക്കുന്നു, ആ മേഖലകളിൽ നിന്നെല്ലാം നന്നായി ടാക്സ് പിരിക്കുന്നു, അങ്ങനെ ആ ടാക്സ് ആ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലി അതും സുതാര്യമായി നടത്തുന്നു, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. ഈ രീതിയാണ് അവലംബിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചാൽ തന്നെ ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യമായിരിക്കണം കാര്യങ്ങൾ. ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ആ പണം വാങ്ങിയതാണ് ഞങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമ്മളതിന് ഒരു ധവളപത്രം പോലെ ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു വിമർശനവും ഈ കാര്യത്തിൽ എനിക്കുണ്ട്. ഇനി കേരളീയം പോലൊരു പരിപാടി സത്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൻ്റെ വികസനത്തെയും മറ്റു കാര്യങ്ങളെയും ഷോക്കേസ് ചെയ്യാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം മുതൽ ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളിതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്താണ്, വലിയ വിപുലമായൊരു ടൂറിസം വാരാഘോഷമാണ് നടക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട്. 7 ദിവസം വളരെ ശക്തമായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ വന്നിട്ട് പരിപാടികൾ നടത്തുന്നു. നിശാഗന്ധിയിൽ പരിപാടി നടത്തുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിശാഗന്ധി മുതൽ കിഴക്കേക്കുട്ട വരെ ഭയങ്കര വൈദ്യുത ദീപാലങ്കാരങ്ങൾ നടക്കുന്നു, വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ പരിപാടി തിരുവനന്തപുരത്ത് ഓൾറെഡി നടക്കുന്നുണ്ട്. ഡിസംബറിൽ വലിയ ഫ്ലവർ ഷോ അവിടെ നടക്കാറുണ്ട്, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വലിയ ഫ്ലവർ ഷോ നടക്കാറുണ്ട്. ആലപ്പുഴയിൽ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ വള്ളംകളി നടക്കാറുണ്ട്. കൊച്ചിയിൽ ബിനാലെ നടക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കോഴിക്കോട് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന DC ബുക്സിൻ്റെ വലിയ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഈ പറയുന്ന വായനശാല പ്രസ്ഥാനം നടത്തുന്ന അക്ഷരോത്സവം നടക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. നമുക്കിതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അത്തരം പരിപാടി, ബിനാലെ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമെ കേരളീയം എന്നൊരു പരിപാടി നടത്തി ഷോക്കേസ് ചെയ്യുന്നതിന് തെറ്റില്ല. അങ്ങനെ ഷോക്കേസ് ചെയ്യുമ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ എന്താണെന്നറിയാലോ അല്ലേ, ഒരു 10-100 സെമിനാർ നടത്തിയിരുന്നു. എല്ലാ സെമിനാറുകളും മന്ത്രിമാരാണ് പേപ്പർ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഇത്ര ആളുകൾ, കാസർഗോഡ് നിന്ന് ഇത്ര ആളുകൾ ബസ് പിടിച്ച് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരാമെന്നുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ചാനലായി, വാർത്ത ബ്രേക്ക് ചെയ്ത ചാനലായത്. അപ്പോൾ ആ രീതിയിൽ സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തു. ഇപ്പോൾ തൊട്ട് പരിസരത്തുള്ള കോളേജുകളിലെയും മറ്റ് സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കൊക്കെ അവധി കൊടുത്തു. ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചിട്ടാണ് ശരി തുടങ്ങുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് എന്താണ് ഇതുകൊണ്ട് മുന്നോട്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ലോക കേരള സഭയൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നേ. ഇതിൻ്റെയൊക്കെ ഗുണമെന്താണ് എന്ന് നമ്മൾ പറയണ്ടേ, നമ്മൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ. അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഈ വിമർശനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരളം പിച്ച ചട്ടിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശോഭനയുടെ ഡാൻസും KS ചിത്രയുടെ ഗാനമേളയും തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നാണ്. ഈ ഒരു വിമർശനത്തിന് വഴിവെക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം വീണ്ടും ധൂർത്തിലേക്ക് പോകുന്നു. അപ്പോഴും ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഒരു വലിയ ധൂർത്തിൻ്റെ ഒന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതിനകത്തില്ല. ഒരു വലിയ പൈസ ചിലവാക്കിക്കൊണ്ട് ഒരു വലിയ സംഭവം നടത്തുകയല്ല. 1000 കോടി ചിലവാക്കുന്നില്ല, 500 കോടി ചിലവാക്കുന്നില്ല. യഥാർത്ഥത്തിൽ 50 കോടി രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ 50 കോടി രൂപ പോലും ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒരു ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു. നിങ്ങളുടെ മുൻഗണന എന്താണ് എന്നുള്ളൊരു പ്രശ്നം വരുന്നു. ആ മുൻഗണന തീരുമാനിക്കുമെന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. തിരുത്തലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണന തീരുമാനിച്ച് ജനോപകാരപ്രദമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി നൽകും എന്നുള്ളതാണല്ലോ തിരുത്തലിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, പഴയതെല്ലാം അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് നടുവിൽ ആ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുച്ഛത്തോടുകൂടി അതെല്ലാം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളിത് നടത്തിക്കളയുമെന്ന് പറയുന്നത് ഒരു ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും വളരെ നെഗറ്റീവായൊരു വികാരം, ഒരു അപ്രിയത, ഒരു അവമതിപ്പ് അത് ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ശക്തമാക്കാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സഹായിക്കുക എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. വീണ്ടും ധൂർത്തമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചത്താലും ചമഞ്ഞു കിടക്കുക. അപ്പോൾ കേന്ദ്രം ആ നിലയ്ക്ക് കഴുത്തു ഞെരിച്ചുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിൽ കഴിയുകയാണെന്ന് ആവർത്തിച്ച് സർക്കാർ പറയുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനക്ഷേമ പദ്ധതികൾ മുഴുവനും ആ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ ബുദ്ധിമുട്ടിനിടയിൽ ഈ കോൺസെപ്റ്റ് നല്ലതാണ്, കേരളത്തിൻ്റെ സംസ്കാരം
കേരളത്തിൻ്റെ സംസ്കാരം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ സമയമാണോ ഇത് എന്നുള്ളതാണ് പ്രശ്നം. ഇത് ആദ്യഘട്ടത്തിലും ആ പ്രശ്നം ഉയർന്നതാണ്, ഇപ്പോഴും ആ പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം ഇതിലെ സുതാര്യത തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 27.12 കോടിയാണ് സർക്കാർ വകയിരുത്തിയത്. പിന്നെ ഒരു 10 കോടി കൂടി കൊടുക്കുന്നു. അപ്പോൾ വിവിധ വകുപ്പുകൾക്ക് സെമിനാറുകൾ നടത്താൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പ്ലാൻ പ്രോജക്റ്റുകൾ ഓരോ വർഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ലക്ഷം വരെയാണ് സെമിനാർ ഓർഗനൈസ് ചെയ്യാൻ മാത്രമായിട്ട് കൊടുത്തത്. 44 വകുപ്പുകളുണ്ട്. 44 വകുപ്പുകൾക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ 2.5 കോടി സെമിനാറിന് വേണ്ടി മാത്രം വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സെമിനാർ നടത്താത്തവർക്ക് 4 ലക്ഷം, സെമിനാർ നടത്തുന്നവർക്ക് 7 ലക്ഷം വരെ, അങ്ങനെയൊക്കെയാണ് കണക്കിട്ടിരുന്നത്. ഏതായാലും അന്നും സ്പോൺസർഷിപ്പിൻ്റെ വിഷയം വന്നിരുന്നു. വിവിധ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർമാരടക്കം ഈ സ്പോൺസർമാരെ തേടി അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്പോൺസർമാർ വരുമ്പോൾ അവർ ഇങ്ങനെ സൗജന്യമായി അങ്ങ് ഉദാരമായി കൊടുക്കുമോ? അവർക്ക് തിരിച്ചെന്താണ് കിട്ടേണ്ടതെന്നുള്ള ആവശ്യം അവിടെ വന്നിരിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ഇതൊക്കെ പോട്ടെ, എത്ര ചെലവായി, അപ്പോൾ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം, എന്ത് നേട്ടമുണ്ടായി തുടങ്ങിയ കണക്കുകൾ ചോദിക്കുമ്പോൾ കണക്കുകൾ കഴിഞ്ഞ ജൂൺ വരെ നിയമസഭയിൽ ആ ചോദ്യം ഉയർന്നിട്ടുണ്ട്. നിയമസഭയിൽ അതിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വലിയ നേട്ടമുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ കണക്കുകൾ എന്ന് ആ കണക്കുകൾ കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ KN ബാലഗോപാലാണ് പറഞ്ഞത് പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചക്കകം പൂർണ്ണമായ കണക്ക് പുറത്തുവിടുമെന്ന്. എപ്പോഴാണ് പറഞ്ഞത്? കഴിഞ്ഞ വർഷം. അപ്പോൾ ആ പൂർണ്ണമായ കണക്ക് പിന്നീട് സഭയിൽ ഈ ജൂണിൽ ചോദിച്ചപ്പോൾ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സ്പോൺസർമാർ ആരൊക്കെയാണ്? അതിലും കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അപ്പോൾ നമ്മളറിയാത്ത ആരൊക്കെയാണ് സ്പോൺസർമാരായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വലിയ ബുദ്ധിമുട്ട്. അന്നൊക്കെ സമരങ്ങളുടെ കാലമായിരുന്നു. ആ സമരങ്ങളുടെ കാലം കഴിഞ്ഞ് പിന്നെ തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആളുകൾ സമരം നടത്തുന്ന ഘട്ടത്തിൽ അതിനോട് എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നൊക്കെ വിഷയമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം വീണ്ടും അതേ പരിപാടി ഇപ്പോൾ നടത്താൻ മാത്രം നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഉണർവുണ്ടായോ? നല്ല മാറ്റമുണ്ടായോ? അപ്പോൾ അതറിയണ്ടേ. ഇതിപ്പോൾ ചടങ്ങ് പോലെ കഴിഞ്ഞ തവണ നടത്തിയത് ഞങ്ങൾ ഇപ്പോഴും നടത്തും എന്നുള്ളൊരു വാശിപ്പുറത്താണോ അത് നടത്തുന്നതിന് സംശയമുണ്ട്. ഇത് ഇപ്പോൾ നടത്തേണ്ട സമയമാണോ എന്ന സംശയമുണ്ട്. കഴിഞ്ഞ തവണ അത് പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പക്ഷേ മണിശങ്കർ അയ്യർ പരിപാടിക്ക് വന്നിരുന്നു. മണിശങ്കർ അയ്യർ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ അദ്ദേഹം എല്ലാ കാലത്തും വിവാദങ്ങളുടെ തോഴനായതുകൊണ്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം പഞ്ചായത്ത് രാജ് മന്ത്രി ആയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സെമിനാറിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ പരിപാടി നടത്തേണ്ട സമയമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ മുൻഗണനാക്രമം പാർട്ടി നിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞങ്ങൾ കൂടെ നിൽക്കും, എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം നൽകും. ഒരു ഉപദേശകൻ്റെ റോളിലാണ് പാർട്ടി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഉപദേശം ഇക്കാര്യത്തിൽ എന്താണ്? ഇപ്പോൾ നടത്താൻ പറ്റിയ സമയമാണെന്നാണോ? ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസംബറാണ്, എന്നാൽ പോലും അതിന് പറ്റിയ സമയമെന്നാണോ? ഒരേ സമയം കേന്ദ്രം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, നമുക്ക് നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയില്ല എന്നൊരവസ്ഥ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പോകുന്നു. അപ്പുറത്ത് സ്പോൺസർഷിപ്പ്, പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണോ? അങ്ങനെയാണ് അന്നും അങ്ങനെ തന്നെ പറഞ്ഞതേ. അന്ന് അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനം ഇത്ര കോടി വകയിരുത്തിയിട്ടുണ്ട്, പിന്നീട് 10 കോടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പ് ആകുമ്പോൾ അതിൽ സുതാര്യത വേണം. അങ്ങനെ ഒരു സുതാര്യതയില്ല. ഈ കോൺസെപ്റ്റൊക്കെ നല്ലതാണ്, പക്ഷേ അത് എപ്പോൾ നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ധൂർത്ത് തന്നെയാണ്. ഈ വിഷയത്തിൽ ധൂർത്താണോ എന്ന് നേരിട്ടുള്ള ചോദ്യത്തിന് ധൂർത്തല്ല എന്നാണ് ഞാൻ എടുക്കാൻ പോകുന്ന നിലപാട്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ വേണ്ടത്ര സുതാര്യത വേണം എന്ന നിലപാടും എനിക്കുണ്ട്. കാരണം ഇത് രണ്ടും ഓവർലാപ്പ് ആയി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വീണ്ടും ധൂർത്തല്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ ചില റിസർവേഷൻസ് ഉണ്ട്. ഞാനത് 2ാം ഘട്ടത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ഇത് ധൂർത്തല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം? നോക്കൂ, ഞാൻ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ആ കണക്കുകൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത് 1000 കോടിയുടെയോ 500 കോടിയുടെയോ 100 കോടിയുടെയോ പോലും ഒരു പരിപാടിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. കേരളീയം 1ാമത്തെ എഡിഷന് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എത്ര ചിലവായി? നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പ്രകാരം എത്ര ചിലവാക്കി എന്നതിൻ്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ സമർപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്തൊരു സുതാര്യത കുറവുണ്ട്. അത് തീർച്ചയായിട്ടും സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. അക്കാര്യത്തിൽ എനിക്ക് ഒരു എതിരഭിപ്രായവുമില്ല. തീർച്ചയായിട്ടും അത് സുതാര്യമാവണം. പക്ഷേ 27 കോടി 14 ലക്ഷം രൂപയാണ് സർക്കാർ കേരളീയം 1 നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ധനവകുപ്പിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ സ്പോൺസർഷിപ്പായിട്ട് എത്ര പിരിഞ്ഞു കിട്ടി എന്ന ചോദ്യത്തിന് 11 കോടി എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 27 കോടി പിരിഞ്ഞു കിട്ടി, 11 സ്പോൺസർഷിപ്പിലൂടെ
ബഡ്ജറ്റിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ 16 കോടി രൂപയാണോ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അനുമാനിക്കാം, ഒന്നുകിൽ 16 കോടി ചിലവായി, അതല്ലെങ്കിൽ പരമാവധി 38 കോടി രൂപ ചിലവായി. അതായത് പരമാവധി 38 കോടി രൂപയാണ് ചിലവായിരിക്കുന്നത്. മിനിമം വന്നാൽ 16 കോടി രൂപ ചിലവായിട്ടുണ്ടാവും സർക്കാർ ഖജനാവിൽ നിന്ന് എന്നതാണ്. 16 കോടി രൂപ മുടക്കി 4100 ആർട്ടിസ്റ്റുകളെ അണിനിരത്തി 300ഓളം കലാപരിപാടികളും 25ഓളം വേദികളിൽ വ്യത്യസ്ത വൈജ്ഞാനികമായിട്ടുള്ള സാംസ്കാരികമായ പരിപാടികളും 7 ദിവസം ഒരു നഗരത്തെ ഉത്സവ പ്രതീതിയിലാക്കി ആ നഗരത്തിൽ കാലെടുത്ത് കുത്താൻ പോലും ഇടമില്ലാത്ത വിധം വലിയ തിരക്കോടുകൂടി ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് ഒരു ആൾക്കൂട്ടത്തെ അവിടെ എത്തിക്കാനും ആ ആൾക്കൂട്ടം ആ കലാപരിപാടി ആസ്വദിക്കുകയും അത് ആസ്വദിക്കുന്നത് വഴി താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് പോലും സാമ്പത്തികമായി ഗുണം ചെയ്യുന്ന തരത്തിലൊരു സാമ്പത്തിക സംക്രമണം ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ കേരളീയ വിലയിരുത്തലായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളീയം കൊടിയിറങ്ങുമ്പോൾ ഇനി വീണ്ടും അതിൻ്റെ തുടർച്ചയുണ്ടാവുമെന്ന് സർക്കാർ എത്തുന്നത്. കഴിഞ്ഞ തവണത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഈ വർഷവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പത്തികമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കണക്ക് പറയാം. കേരളത്തിൽ കുടിശ്ശികയുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഏകദേശം 4250 കോടി രൂപ വേണം സർക്കാരിന് ഈ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ. കേരളീയത്തിൻ്റെ ചെലവ് എത്രയാ? കേരളത്തിന് 16 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവായതെങ്കിൽ ഇനി ഈ വരാൻ പോകുന്ന കേരളീയത്തിൽ 1 രൂപ പോലും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് ചെലവാവില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി സംഘാടക സമിതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4250 കോടി രൂപയുടെ കുടിശ്ശികയിലേക്ക് ഈ കേരളീയം നടത്തുന്നത് വഴി 1 രൂപ പോലും പൈസ പോലും നഷ്ടമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് നടക്കുക. സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി പിന്തുണച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ വികസന മാതൃക നടക്കുന്നത്. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന 12-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മദർഷിപ്പിൻ്റെ വരവ് ഏറ്റവും വലിയ ഒരു PPP പ്രോജക്റ്റാണ്. നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടു കൂടിയാണ് വികസനത്തെ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തത്തോടുകൂടി വികസന പദ്ധതിയിലേക്ക് മാറിയിട്ട് കാലങ്ങളേറെക്കുറെ ആയിട്ടുണ്ട്. സ്പോൺസർഷിപ്പുകൾ ശേഖരിക്കുന്നു, ആ സ്പോൺസർഷിപ്പുകൾ വഴി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എല്ലാ സർക്കാർ സംഘാടക പരിപാടികളിലും ഇത്തരം പൊതുജന പരിപാടികളിൽ അത് സംഘടിപ്പിക്കുന്നുണ്ട്. ഓണം വാരാഘോഷം സ്വകാര്യ വ്യക്തികളല്ലേ, ചാനലുകളല്ലേ സംഘടിപ്പിക്കുന്നത്. ഓണം വാരാഘോഷത്തിൻ്റെ വിവിധ പരിപാടികളും സ്പോൺസേഡ് ആയിട്ടാണ് നടത്തുന്നത്. എല്ലാ വൈകുന്നേരങ്ങളിലുമുള്ള പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം ഒരേ ഒരു വിഷയമായി ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്, അതിനകത്തൊരു സുതാര്യത വേണം. ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് നടത്തിയിരിക്കുന്നത്, ആർക്കൊക്കെയാണ് എത്രയാണ് ചെലവാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മറുപടി ആകരുത് 9 മാസത്തിന് ശേഷവും നൽകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ വിഷയത്തിൽ ധൂർത്തല്ല എന്നതാണ് എൻ്റെ നിലപാടെങ്കിലും അതിൽ സുതാര്യത വേണം എന്നൊരു ആർഗ്യുമെന്റ് കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, ഇത് പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാകണമല്ലോ. കോടതിക്കും ബോധ്യമായിട്ടില്ല. ഈ KSRTC പെൻഷൻ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ചതാണ് കേരളീയത്തിന് പണമുണ്ടല്ലോ. കോടതിക്കും തോന്നുകയാണ്. ഈ കോടതിക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണ്. ഈ കോടതി എന്താ, കോടതി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിന്ന് ചർച്ച ചെയ്തതല്ലേ, സുപ്രീം കോടതിയിൽ നിന്ന് ഒരു റെഫറൻസ് വന്നിട്ടുണ്ടല്ലോ, മിനിസ്റ്റർ സൈക്കിൾ തിരിച്ചടിയാകും എന്നൊരു അഭിപ്രായം ഒരു സുപ്രീം കോടതി പറഞ്ഞു. എന്തുകൊണ്ട് അത് ശരിയാകണമെന്നുണ്ടോ? അതൊരു നിരീക്ഷണമാണ് സ്മൃതി. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന പ്രതീതി നിർമ്മാണത്തിലൂടെ കോടതിയും ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാം. ചങ്ങമ്പുഴ ഇപ്പോൾ ആ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയത് എന്തിനാ? നമ്മൾ പറയുന്നുണ്ടല്ലോ, കലാപരിപാടികൾക്ക് കാശ് മുടക്കിയിട്ടുണ്ട്, അതേപോലെ വൈജ്ഞാനികമായിട്ടുള്ള പരിപാടികൾക്ക് കാശ് മുടക്കിയിട്ടുണ്ട്, ഇൻസ്റ്റലേഷൻസിന് കാശ് മുടക്കിയിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എന്താണെന്ന് അറിയുമോ? അട്ടപ്പാടിയിൽ നിന്ന് വന്നൊരു ഭക്ഷ്യവിഭവമാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെയുള്ള വിഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല, അത് നമ്മളടക്കമുള്ള ചാനലുകളിൽ കൂടി പലതവണ സംപ്രേഷണം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒരു മതേതരമായിട്ടുള്ള ഒരു ഒത്തുചേരലിന് ഫലപ്രദമാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലേട്ടേക്ക്. അവിടെ നമ്മൾ പുച്ഛിച്ചു തള്ളും. എന്താ, നിങ്ങൾ മറിയോ കുട്ടിക്ക് പെൻഷൻ കൊടുക്കാതെ ാണോ ഈ കേരളീയം? ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ചോദിച്ചതാണ് നമ്മുടെ മുന്നിലിരുന്ന അതിഥികളോട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ 16 കോടി രൂപ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി. ആ കണക്കുകൾ ഉറക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പ്രതികൂലമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ചില കണക്കുകൾ കൂടി ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. നിലവിൽ ഏകദേശം 3951
കോടി രൂപയാണ് വിവിധ ഗ്രാൻറ്റുകളിൽ, വിവിധ ഹെഡുകളിൽ. ഓരോ ഹെഡുകളുണ്ട്. ഞാനത് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ പറയാം. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ പ്രേക്ഷകരോട് പറയണം. അതുകൊണ്ട് ഇതൊരു ധൂർത്താണോ എന്ന ചോദ്യത്തിന് എൻ്റെ ടേക്ക് ഇതൊരു ധൂർത്തല്ല എന്നുള്ളതാണ്. പകരം അതൊരു സാംസ്കാരികമായിട്ടുള്ളൊരു ഇത്തരം കൂട്ടായ്മകളാണ്. അത് കഴിഞ്ഞ തവണത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഓണം വാരാഘോഷം കഴിഞ്ഞ് ഉടനെ ഒരു കേരളീയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു. ഇത്തവണ ഇത് ഡിസംബറിലാണ് സംഘടിപ്പിക്കുന്നത്. നോക്കൂ, നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ചൈനയിൽ ഒരു വലിയ ഇൻ്റർനാഷണൽ ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്. ഒരു വലിയ വേൾഡ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷൻ ചൈനയെ തന്നെ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നടക്കും. നമ്മുടെ ഈ മലബാറിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ആളുകൾ ഈ ചൈനയിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ചൈനയിലെ ബിൽഡിംഗ് ഡെക്കറേഷൻ കോൺഫറൻസ് ആണ്. അവിടെ കെട്ടിടങ്ങൾ നിർമ്മാണത്തിൻ്റെ പുതിയ ശൈലിയുമായി ബന്ധപ്പെട്ടൊരു ട്രേഡ് ഫെയർ നടക്കുക 8 മുതൽ 11 തീയതി വരെ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ 8 തീയതി സമാപിച്ചൊരു പരിപാടിയുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ലോകോത്തര മേളകളാണ്. നോക്കൂ, ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകളുണ്ട്. ഇപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ ദുബായ് ഷോക്കേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ദുബായിയുടെ സാധ്യതകളും കൾച്ചറും കൂടി നമ്മളിലേക്ക് പകരുന്നതാണ്. ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആഘോഷങ്ങൾ. ശരിയാണ്, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ആഘോഷ പരിപാടികളുണ്ട്. വള്ളംകളി കാണാൻ ആളുകൾ വരും. പക്ഷേ വള്ളംകളി കാണാൻ വരുന്ന ആളുകൾ ആ ഒരു സിംഗുലർ സ്പോട്ട് കഴിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നോക്കൂ, കേരളീയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ, കേരളത്തിൻ്റെ വളർച്ചാ വഴികളെ, അത് ഈ വരുന്ന 1, 2 അല്ലെങ്കിൽ 10, 20 ലക്ഷം ആളുകൾക്ക് മുഴുവനായും അത് പകർന്നു കൊടുക്കണമെന്നില്ല. അതിൻ്റെയൊക്കെ പലതരം അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോവുക. അതിലെ ആർട്ടിസ്റ്റിക് ഇൻസ്റ്റലേഷനിലൂടെ റിയാസ് കൊമുവിൻ്റെതായിരുന്നു അതിൻ്റെ ആർട്ട് ഡോക്യുമെൻറ്റേഷൻ. ആ ആർട്ട് ഡോക്യുമെൻറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെ നിങ്ങൾ നടക്കും. നിങ്ങൾ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയിലൂടെ നടക്കും. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആദിവാസി സമൂഹങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് ഒരു ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള ഒരു സ്കാനിങ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അത് തികച്ചും വ്യത്യസ്തമാണ്. എനിക്കതിനാൽ എതിരഭിപ്രായമുണ്ട്. അത് അങ്ങനെയല്ല അത് ഷോക്കേസ് ചെയ്യേണ്ടത് എങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ 16 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മുടക്കിയ കേരളം ഒരു ധൂർത്തായിരുന്നില്ല. 1 രൂപ പോലും മുടക്കാതെ കേരളീയം 2ാമത്തെ തവണ ഷോക്കേസ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ലെന്നോ കാരുണ്യക്ക് പൈസയില്ല എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് അതിനകത്ത് ലോജിക്കലി നിലനിൽക്കുന്നതല്ല. കാരണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കാത്തൊരു കാര്യത്തിൽ ധൂർത്ത് എന്നൊരു പദപ്രയോഗം ശരിയല്ല എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് കേരളീയം 2 സാംസ്കാരികമായി മതേതരമായി ഒത്തുചേരാനുള്ള ഒരു സാംസ്കാരിക ഇടം എന്ന നിലയിൽ ഞാനതിനെ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ കേവലവൽക്കരിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അത് ധൂർത്താണെന്ന് പറയണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ചിലവുണ്ടാവണം. അത് ചിലവുണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാവണം. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുതാര്യതയാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. സുജയ, കേരളത്തിൻ്റെ നേട്ടങ്ങൾ പുറം ലോകം കാണണം എന്നുള്ള ആശയത്തോട് പൂർണ്ണമായും യോജിക്കുമ്പോഴും അത് കാണിക്കുന്നതിനായി 7 ദിവസം മതിയോ? 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഓരോ ദിവസവും കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്യാനും അത് ലോകത്തിന് മുന്നിൽ കാണിക്കാനും നമുക്ക് കഴിയേണ്ടേ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ച ആദിമം എന്ന പ്രദർശനം, അത് ലോകത്തിന് മുന്നിൽ കേരളത്തെയും കേരളത്തിലെ ആദിവാസി സമൂഹത്തെയും വനവാസി സമൂഹത്തെയും കോമാളികളാക്കി ചിത്രീകരിക്കുകയല്ലേ ഉണ്ടായത്. അപ്പോൾ കേരളത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രാൻഡിംഗ് എക്സസൈസ് അവിടെ തന്നെ പാളിയതാണ്. കൃത്യമായി ആസൂത്രണം ചെയ്യാതെയുള്ള ബ്രാൻഡിംഗ് എക്സസൈസുകൾ പാളുന്ന ചരിത്രം അത് ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേരളത്തിൽ കേരളീയം എന്ന പേരിൽ 2023 നവംബർ 1 മുതൽ 7 വരെ നടന്ന പരിപാടിയിൽ നടത്തിയ ആദിവാസി ചരിത്രം ലൈവ് മ്യൂസിയം. അത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഫോക്ലോർ അക്കാദമി 5 ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലിവിംഗ് മ്യൂസിയം തയ്യാറാക്കിയത്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് കെട്ടിയുണ്ടാക്കിയ കുടിലുകൾക്ക് മുന്നിൽ ഇരിക്കുക, അതോടൊപ്പം ഈ മ്യൂസിയത്തിലേക്ക് ആൾ വന്ന് കൂടുമ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് കൊട്ടിപ്പാടുക, ആടുക, അങ്ങനെ കാണിച്ചുകൊണ്ട് അവരെ എത്രത്തോളം അപമാനിക്കുന്ന രീതിയിലാണ് ആ കാര്യം സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കേരളീയം എന്ന ബ്രാൻഡിംഗ് എക്സസൈസിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ കാര്യമായിരുന്നു അത്. കാരണം കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും ആ രീതിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ അതിഥികൾ വരുമ്പോൾ കൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്ന സത്യം പോലും മറച്ചു വെച്ചുകൊണ്ടാണ് അവരെ ആദിമ മനുഷ്യരായി ചിത്രീകരിക്കുന്നത്. ആ പേരിലുള്ളതുപോലെ ആദിമം എന്നായിരുന്നു ആ ലൈവ് മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ ആദിമ മനുഷ്യരായി അവരെ ചിത്രീകരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിൽ കാണിച്ച ആ 7 ദിവസത്തെ പരിപാടിയോട് ഞാൻ അന്നേ വിമർശനം പറഞ്ഞതാണ്. ആ വിമർശനം ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ആ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇടുക്കി, കാസർഗോഡ്, തിരുവനന്തപുരം ഈ 3 ജില്ലകളിലും താമസിക്കുന്ന ഈ മനുഷ്യരാരും അവരുടെ നാട്ടിൽ അവിടെ നിന്നതുപോലെ അല്ല കഴിയുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിട്ടും എന്തിനവരെ അങ്ങനെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടു നിർത്തി? അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണ്? കേരള
കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കാണിക്കുന്നതിലൂടെ കേരളത്തിന്റെ പുരോഗതിയും കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടവും ഷോക്കേസ് ചെയ്യേണ്ട ഒരിടത്ത് കാണിച്ച കാര്യം എന്താണ്? ആ മനുഷ്യരെ ഷോ പീസാക്കി. അതുപോലെ ഷോ പീസാക്കിക്കൊണ്ടുള്ള ഏത് ഐറ്റമാണ് ഇനി ഈ ഡിസംബറിൽ കാണിക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കേരളം നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഈ കോടിയുടെ കണക്ക് പറഞ്ഞല്ലോ, ഒരുപാട് കോടിയില്ല, 4000 കോടിയില്ല. 4000 കോടി എന്നല്ല, 1 രൂപ പോലും കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് അതിനായി നീക്കി വെക്കേണ്ടതില്ല. ബജറ്റിൽ ഇപ്പോൾ 10 കോടി നീക്കി വെച്ചിട്ടുണ്ട്. മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യരെയും ഇതുപോലെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചില്ല. ആദിവാസികളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച അന്നത്തെ ആ ഷോ അത് വളരെ ചീപ്പ് ഷോ ആയിപ്പോയി. അതുപോലെയുള്ള ഷോയ്ക്ക് കൈയടിക്കാനൊന്നും കേരളത്തെ ഇനി കിട്ടില്ല. അതുകൊണ്ട് കേരളീയം ഒന്ന് തന്നെ പാളിപ്പോയ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പണം ചെലവഴിച്ചുകൊണ്ട് അതേ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പോകുമ്പോഴേക്കും അതിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നതിനും അപ്പുറം ഈ ഒരു വിഷയം തന്നെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ധൂർത്ത് നടത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിനായി ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞത് ഇത്ര തുകയല്ലേ ചെലവാകുന്നുള്ളൂ, ഇത്ര തുകയല്ലേ നീക്കിവെക്കുന്നുള്ളൂ. സ്പോൺസർഷിപ്പിലൂടെ സമാനമായ രീതിയിലാണ് സർക്കാരിന്റെ വാദവും. അതായത് സ്പോൺസർഷിപ്പിലൂടെയല്ലേ തുക കണ്ടെത്തുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ പിരിച്ചല്ലേ ഇത് നടത്തുന്നത്. അതായത് പണ്ടത്തെ ബക്കറ്റ് പിരിവ്, അത് കഴിഞ്ഞിട്ടുള്ള ഉത്സവം, ആ രീതിയിലാണ് ഈ സംഭവത്തെയും കാണുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ കേരളീയം നടത്തുന്നു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ക്ഷേമ പെൻഷനൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കാശ് വരുമ്പോൾ കൊടുക്കും. അത് 5-6 മാസമല്ലേ വൈകിയുള്ളൂ. 1 വർഷം വരെ വൈകിയാലും കുഴപ്പമില്ല. കുടിശ്ശികയായി പണം ഓടി ഇരിപ്പുണ്ടല്ലോ, എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കും. മാത്രമല്ല ഈ 12 മാസത്തെയും കൂടി ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ തുക കിട്ടുമല്ലോ. അപ്പോൾ ആ കിട്ടുന്നവർക്ക് അത് പ്രയോജനമല്ലേ എന്ന ക്യാപ്സുകൾ കൂടി ഇനി വന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ സർക്കാർ കൊടുക്കുന്ന മുൻഗണനയെക്കുറിച്ച് ഉണ്ണി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ മുൻഗണനാ ക്രമം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ കാണുന്നത് എന്നതനുസരിച്ചിരിക്കും. ഇവിടെ സർക്കാരിന് പ്രാധാന്യം ഷോയ്ക്കാണ്. ഷോ കാണിക്കുക. സർക്കാരിന് ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ജനങ്ങൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ അരി വാങ്ങിക്കാനായിട്ടുള്ള പണമോ ഒന്നും അവരുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. കേരളം സംഭവമാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടേയിരിക്കുക. അതിനായിട്ടുള്ള പരിപാടി ഞങ്ങൾ ആദ്യമേ അതങ്ങ് തയ്യാറാക്കും. അത് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിലും കുഴപ്പമില്ല, അത് തരാൻ, ആ ഷോ കാണിക്കുന്നതിനായി ഞങ്ങൾക്ക് കാശ് തരാനായി ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ ചങ്ങാതിമാരുണ്ട്. അതായത് നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് വിമർശനം ഉയർന്നതുപോലെ അടുക്കള വരെ നീളുന്ന ആ ഫ്രണ്ട്ഷിപ്പ് ചെയിൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിരിക്കാൻ എളുപ്പമാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ചെയിനിൽ നിന്നൊക്കെ കൃത്യമായി പണം ഒഴുകി വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കേരളീയമല്ല, അതിനേക്കാളും നല്ല ബ്രാൻഡിങ് എക്സർസൈസ് ചെയ്യാൻ സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ്. ഒരുപാടൊന്നും പിരിക്കേണ്ടി വരില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഈ 50 കോടിയൊക്കെ ആണെങ്കിൽ ഒരാൾ സഹായിച്ചാലും മതിയല്ലോ. അധികം പിരിക്കാനായി നടക്കേണ്ട ആവശ്യവുമില്ല, പരാതിയുമില്ല, റെസിപ്റ്റുമില്ല, ഒന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് മേശപ്പുറത്ത് വരും. കൃത്യമായി അത് നടത്തിയെടുക്കാനും കഴിയും. ഇനി കഴിഞ്ഞ തവണത്തെ കേരളീയത്തെക്കുറിച്ച് നോക്കൂ. 2023 കേരളീയത്തിൽ കലാപരിപാടികൾ നടത്തിയതിൻ്റെയൊക്കെ ചെലവുകളെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത് എന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ആ കാലത്ത് ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരുടെ ഓർമ്മ പുതുക്കുന്നതിനായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 കലാപരിപാടികൾ നടത്തി. ആ 7 കലാപരിപാടിക്കും കൂടി 1,55,00,000 രൂപയെ ചിലവായുള്ളൂ. അപ്പോൾ അത്രയേ ചിലവായുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അതിനെ അവതരിപ്പിക്കുന്നത്. അവിടെ ശോഭനയുടെ നൃത്തം 8 ലക്ഷം കൊടുത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയി കാണാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ വിരൽത്തുമ്പിൽ എൻ്റർടൈൻമെൻറ്റ് ഉള്ളയിടത്ത് കേരളത്തിനെ ഷോക്കേസ് ചെയ്യുന്നതിനായി ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 ദിവസം നീളുന്ന കലാപരിപാടികൾ, അത് ആസ്വദിക്കാനായി എത്തുന്ന ജനക്കൂട്ടം, അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഉത്സവമൊക്കെ പോലെ 10 ദിവസത്തെ ഉത്സവമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഉണ്ണിസാറിന്റെ നാട്ടിലൊക്കെ അതിനേക്കാൾ കൂടുതൽ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. എല്ലാ നാടുകളിലും ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പെരുന്നാളുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ 10 ദിവസവും കലാപരിപാടി വെക്കും, സ്റ്റേജിലൊക്കെ വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും. പക്ഷേ അത് സർക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴേക്കും ഈ തുക മുടക്കി ഇവരുടെയൊക്കെ ഈ കലാപരിപാടികൾ അവൈലബിൾ ആണ് എന്നിരിക്കെ, പല പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ് എന്നിരിക്കെ, അതാണ് കേരളത്തെ ഷോക്കേസ് ചെയ്യാനുള്ള പരിപാടി എന്ന രീതിയിൽ ഇതെല്ലാം കൂടി ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ശോഭനയുടെ നൃത്തത്തിന് 8 ലക്ഷമാണ് കൊടുത്തത്. മുകേഷിന്റെയും GS പ്രദീപിന്റെയും ഷോയ്ക്ക് കൊടുത്തത് 8,30,000 ജയം ഷോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയത്, 9,90,000 രൂപ. ഇങ്ങനെ ഓരോ ഷോ കാണിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന തുക എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിച്ചുകൂടെ എന്ന് ഞാനല്ല, നാട്ടിലെ സാധാരണക്കാരൻ ചോദിക്കും. അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ പൊള്ളി നിൽക്കുമ്പോഴാണ് ഞാനിത് പറയാൻ കാരണം, ഈ ചോദ്യങ്ങൾ സാധാരണക്കാരൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ചോദ്യത്തിൽ പൊള്ളി കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റിൽ സാങ്കേതികമായി എണ്ണം കുറഞ്ഞില്ല എന്ന് പറയാമെങ്കിൽ പോലും വലിയ രീതിയിൽ ഇനിയും അങ്ങോട്ട് പരാജയത്തിന്റെ വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്ക് കേരളീയം നടത്തണ്ടേ, നമുക്ക് പൊടിപൊടിക്കണ്ടേ, നമുക്ക് ആഘോഷിക്കണ്ടേ, നമുക്കൊന്ന് വൈബാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ആ പാർട്ടിയാണ്. അതായത് തോറ്റിട്ട് 1 മാസമേ ആയുള്ളൂ. വോട്ടെണ്ണിയതെന്ന ജൂൺ 4-ന്.
ഒറ്റ മാസമായതേ ഉള്ളൂ. അപ്പോഴേക്കും ദാ ഇറങ്ങി നമുക്ക് അടിപൊളിയാക്കണ്ടേ, കളറാക്കണ്ടേ, തോറ്റതിന്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. എന്നിട്ട് ഉടനെ കേരളീയം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ നടത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് അഫോർഡ് ചെയ്യുക എന്നൊരു വാക്കുണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ്. അതിൽ കേന്ദ്രം പിടിച്ചു ഞെരുക്കുന്നു, കേന്ദ്രം പണം തരുന്നില്ല, പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ളവർക്ക് കൃത്യമായി ഭരണം കൊണ്ടു നടക്കാൻ അറിയില്ല, ഭരിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുകയും അതിൻ്റെ പേരിലുള്ള കുത്തുവാക്കുകൾ സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം മുന്നണിയിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചില്ലാക്കാം, വൈബാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയം നമുക്ക് ഷോക്കേസ് ചെയ്യാം, നമുക്ക് റീബ്രാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘാടക സമിതി യോഗം വിളിക്കുകയാണ്. ഡിസംബറിൽ പരിപാടി നടത്താം. ഡിസംബർ ആവുമ്പോൾ വെക്കേഷൻ ടൈമാണ്, മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളെയും അങ്ങനെയൊക്കെ ആകർഷിക്കാൻ കിട്ടുന്ന സമയമാണ്. നവംബർ 1 മുതൽ 7 വരെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഡിസംബർ ആകുമ്പോൾ സ്വാഭാവികമായും അട്രാക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ സമ്മതിക്കാം. പക്ഷേ നമ്മൾ ഈ ചില കഥകളിലും നോവലുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാകുമല്ലോ, തറവാട് ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പണമില്ല എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഭിമാനിയായ കാരണവർ എന്ത് ചെയ്യും? ആര് വന്ന് പിരിവ് ചോദിച്ചാലും കൊടുക്കും, കൃത്യമായി കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ നാട്ടിലെ ഉത്സവം നടത്തുന്നത് ആ തറവാട്ടിലെ കാരണവരാണെന്നുണ്ടെങ്കിൽ അത്തവണയും കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു 5 സെന്റ് വിറ്റിട്ടായാലും ഉത്സവത്തിന് നടത്തിപ്പിനായിട്ട് ആ പണം കൊടുക്കും. അതുപോലെയാണ് സ്വന്തം വീട്ടിൽ അരിയിടാനായി, അടുപ്പത്ത് അരിയിടാനായിട്ട് അരി വാങ്ങിക്കാനായിട്ട് 10 രൂപ തികച്ചെടുക്കാനില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് റീബ്രാൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആദ്യം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിന്, കേന്ദ്രം തരുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങി കൃത്യമായി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവിടെ റീബ്രാൻഡ് ചെയ്യുകയാണ്. കേരളത്തെക്കുറിച്ച് ഈ റീബ്രാൻഡിങ്ങിലൂടെ ആദിമത്തിലുണ്ടായ നാണക്കേട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. റീബ്രാൻഡിങ് വേണ്ട എന്നോ അല്ലെങ്കിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യേണ്ട എന്നോ ആരും പറയുന്നില്ല. പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് വേണം അത് ചെയ്യാൻ. ഇത് കാലം തെറ്റിപ്പെയ്ത മഴ പോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അരിക്കാശെടുത്ത് പടക്കം പൊട്ടിക്കാനായിട്ടുള്ള വെറും ഷോയാണ് നടത്താനായി ഇപ്പോൾ ഈ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിരിച്ചു ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ പിരിച്ച് ഷോ കാണിക്കുന്ന സർക്കാർ എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഷോർട്ട് വീഡിയോസ്, ടെലിഫിലിംസ്, ഡോക്യുമെന്ററീസ്, അങ്ങനെയുള്ള പല സംവിധാനങ്ങളിലൂടെ ഓരോ മേഖലയിലെയും കേരളത്തിൻ്റെ നേട്ടങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നതിനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതൊന്നും ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധയൂന്നുന്നതിനോ പകരം തിരുവനന്തപുരത്ത് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യും, എത്ര പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി നിങ്ങൾ ഈ ഷോ കാണിക്കും, അത് ലോകം മുഴുവൻ എത്തുന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ലോകം മുഴുവനാണല്ലോ കേരളത്തെ കാണേണ്ടത്. അല്ലാതെ തിരുവനന്തപുരത്ത് കനകക്കുന്നിലും മറ്റിടങ്ങളിലും ഒരു 45 സെന്റേഴ്സ് അല്ലെങ്കിൽ 50 സെന്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, ആ സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന പരിമിതമായ ആളുകൾ മാത്രമല്ലല്ലോ ഇതൊക്കെ കാണേണ്ടതും, ലോകമല്ലേ കാണേണ്ടത്. അപ്പോൾ വിവിധ കോളേജുകളിൽ നിന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന് പരിപാടിക്കിരുത്തുക. നമ്മൾ കണ്ടതല്ലേ, സെമിനാറൊക്കെ കാണാൻ ആരാ വന്നിരുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥരെ ടാഗ് വിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് ആ പറയുന്നതും താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല. എന്നാലും ഇത് ഞങ്ങളുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരെ ആ ഫൂട്ടേജുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട 1 മാസം കഴിഞ്ഞിട്ടും മാറാനായിട്ട് ഒരു ഭാവവുമില്ല. മാഡം ചോദിച്ചില്ലേ തിരുത്തലിനെ കുറിച്ച്? ഒരു തിരുത്തലും വരുത്താൻ പോകുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് കേരളീയം തുടരുമെന്നുള്ളത്. 10 കോടി അന്നേ നീക്കിവെച്ചതാണ്. കേരളത്തിന്റെ വികസന നേട്ടം ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടല്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ആ രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട എന്ന് വെച്ച് തന്നെയാണ്. പിന്നെ സ്പോൺസേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, കോടിയുടെ കണക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊരു കാര്യം പറയാം. 2023 കേരളീയത്തിന്റെ സ്പോൺസേഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് അൻവർ സാദത്ത് MLA ആണ് നിയമസഭയിൽ ചോദ്യവുമായി ചെന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഡീറ്റെയിൽസ് PRD ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിൽ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ച 11,47,12,00,000 രൂപയുടേത് മാത്രമാണ്. അതല്ലാതെ ഒരു കാര്യവും നാളിതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ക്വാറി മുതലാളിമാരിൽ നിന്ന് വരെ പിരിച്ച തുക എത്ര, ആ തുകയുടെ വിവരങ്ങൾ എത്ര, അത് ഇതുവരെ ആയിട്ടും കണക്കായിട്ടില്ല. കണക്ക് ഒപ്പിക്കാനല്ലേ പറ്റൂ, അല്ലാതെ കണക്ക് ആക്കി പുറത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച മറുപടിയൊക്കെ അവിടെ ആ ഫയലിൽ തന്നെ ഇരിപ്പുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ നികുതി വകുപ്പിന്റെ അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പിരിച്ചതോ ചീഫ് സെക്രട്ടറിയോ ആരും മറുപടി പറയുന്നില്ല. ആ ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളായി അവിടെ അവശേഷിക്കുകയും PRD ഡയറക്ടറുടെ അക്കൗണ്ടിലെ പണത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇതുവരെ പുറത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ജനത്തിന് സംശയം ഉണ്ടാകും സാർ, സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ധൂർത്തെന്ന് പറയുന്നത്. അല്ലാതെ ഈ പരിപാടിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. ഇങ്ങനെയല്ല ഒരു പരിപാടിക്കായി ഇറങ്ങി പുറപ്പെടേണ്ടത്, ഇങ്ങനെയല്ല നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് ജനം പറയുന്നതാണ്, അല്ലാതെ വിമർശകർ മാത്രം പറയുന്നതല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് 4100 കോടി രൂപ മുടക്കി ഒരു G20 എന്ന് പറയുന്നൊരു പരിപാടി സംഘടിപ്പിച്ചായിരുന്നു. ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ദില്ലിയുടെ തെരുവോരങ്ങളിൽ വലിയ രീതിയിൽ ഒരു വലിയ ചേരികളെ മറച്ചുകൊണ്ട് തുണി കെട്ടി. അതെന്തിനായിരുന്നു? ചേരികളെ മറച്ചുകൊണ്ട് ഒരു തുണി കെട്ടി, ഇങ്ങനെ വലിയ ബാനറായിട്ട് കട്ടൻ ഇങ്ങനെ മതിൽ കെട്ടി. അതെന്തിനായിരുന്നു? അല്ല, അത് ഇവിടെ എന്താണ് അതിന്റെ റെലവൻസ്? അല്ല, അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ. ഇതിനിടയ്ക്ക് ഒരു പ്രേക്ഷകൻ ഒന്ന് പറഞ്ഞിട്ട്, ഒരു പ്രേക്ഷകൻ നമ്മളോട് സംസാരിക്കുകയാണ്, ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്.
കുറേ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവം. മുദ്രപത്രം കിട്ടാനില്ല. മുദ്രപത്രം 500 രൂപയുടെ മുദ്രപത്രം അല്ലാതെ കിട്ടാനില്ല. 100 രൂപയുടെ മുദ്രപത്രത്തിന് പകരം 500 രൂപ കൊടുക്കേണ്ടി വരുന്നു. വാടക വീട്ടിലേക്കൊക്കെ പോകുന്ന സാധാരണക്കാരായ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അല്ലല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രശ്നമാണ് പറയുന്നത്. അല്ലല്ല, ഇവിടെ ഗവൺമെന്റ് പ്രസ്സുകളുണ്ട്, വേണമെങ്കിൽ മുദ്രപത്രം അടിക്കാമല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടല്ല. ഈ സ്റ്റാമ്പിംഗ് എന്നുള്ളത് കൃത്യമായും പൂർണ്ണമായും നടപ്പിലാക്കാത്തതിന്റെ സാങ്കേതിക പ്രശ്നമാണ്. അത് ഭരണപരമായ ഒരു വിഷയമാണ്. അതും കേരളവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേരളീയനല്ല ഞാൻ പറയുന്നത്, സാമ്പത്തിക പ്രശ്നം ജനമാണ്. ഒരു സാധാരണ പ്രേക്ഷകൻ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് 100 രൂപ ചെലവാക്കേണ്ടടുത്ത് 500 രൂപ ഒരു സാധാരണക്കാരന് ചെലവാക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് മുദ്രപത്രം കിട്ടിയില്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടിയില്ലെങ്കിൽ 500 രൂപയുടെ മുദ്രപത്രമേ കിട്ടുള്ളൂ. അത് മേടിക്കേണ്ടി വരും. അങ്ങനെയല്ല, അങ്ങനെയാണ്. 100, 200, 1000 ഇതൊന്നും കിട്ടാനില്ല. അരുൺ, 100ന്റെ മുദ്രപത്രം കിട്ടാനില്ല ഇപ്പോൾ. മാത്രമല്ല സ്മൃതി, നിലവിൽ ഈ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമമുണ്ട്. ഇതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സ്പോൺസർഷിപ്പോട് കൂടി നടത്തി തമ്മിൽ എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുക? ഞാൻ പറയുന്നത് മൊത്തത്തിലാണ്. ഏതൊരു പ്രേക്ഷകന് കണ്ടിട്ട് തോന്നിയ കാര്യമാണല്ലോ. പ്രേക്ഷകന് കണ്ടിട്ട് തോന്നിയ കാര്യമാണല്ലോ. ഇവിടെ ക്ഷേമ പെൻഷൻ 5 മാസമായിട്ട് കൊടുക്കാനുണ്ടല്ലോ. ഞാൻ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ലോജിക്കാണ് പറയുന്നത്. അതും നിങ്ങളെങ്ങനെ കോറിലേറ്റ് ചെയ്യും? ഒരു നിമിഷം, ഞാൻ സുജയ, ഒരു ഇടവേളയുണ്ട്, അതുകൊണ്ടാണ്. ഇടവേള കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ചൂടായി തന്നെ നമുക്ക് ജനങ്ങൾക്ക് തോന്നുന്ന കാര്യമാണ്. അതെ, തോന്നട്ടെ. പക്ഷെ ആ തോന്നൽ ശരിയാവണം നമ്മൾ ശരിക്കരുത്. കാരണം എന്താ, ആ തോന്നലും ഇത് തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. പ്രേക്ഷകൻ അത് തീരുമാനിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള അവകാശം പ്രേക്ഷകനുണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. സ്മൃതി എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു പറഞ്ഞു. കൂട്ടിച്ചേർക്കാനില്ല. പ്രേക്ഷകൻ രണ്ടാമത് പറഞ്ഞു ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളതാണ്, ജനങ്ങളെ പിഴിയുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഭാഗം അല്ല, ഒന്ന് ഈ സ്റ്റാമ്പ് പേപ്പർ കേരളത്തിലല്ല അടിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് പുറത്തുനിന്നാണ് വരുന്നത്. അതെനിക്കൊന്ന് നാസിക്കൽ മറ്റോ ആണ് അടിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സുജയ പറഞ്ഞ ചോദ്യത്തിന് അല്ലെങ്കിൽ പറഞ്ഞ നിരീക്ഷണത്തിന് എനിക്ക് ഒരു 1-2 മറുപടികൾ കൂട്ടിച്ചേർക്കാം. നിയമസഭയിലെ കണക്കിന്റെ അതെ, നിയമസഭയിലെ കണക്കിന്റെ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, സുതാര്യത വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 11 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടണം എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. അത് കിട്ടി, അത് കണക്ക് പറയണം, ആര് തന്നു, എന്ത് തന്നു എന്നുള്ളതിന് സുതാര്യത വേണം. അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഇത് ധൂർത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. സംസ്ഥാനം കടക്കെണിയിലാണ്. ശരിയാണ്, സംസ്ഥാനം കടക്കെണിയിലാണ്. സംസ്ഥാനത്തിൻ്റെ കടമെന്നുള്ളത് 4 ലക്ഷത്തിനടുത്ത് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു ഫിഗറാണ്. 4 ലക്ഷം കോടിയാണ്. രാജ്യത്തിൻ്റെ കടം 205 ലക്ഷം കോടിയാണ് എന്നത് നമ്മൾ മറക്കുന്നു. 205 ലക്ഷം കോടി രാജ്യം കടബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് 4 ലക്ഷം കോടിയുള്ള സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അത് അതവിടെ നിൽക്കട്ടെ. ഈ സംസ്ഥാനത്ത് ഈ കടവും ഈ പ്രതിസന്ധിയും ഉണ്ടാക്കിയതിൻ്റെ കാരണമാരാ? ഇപ്പോഴും നമ്മൾ തുറന്നു പറയാതിരിക്കുന്ന ഒരു കാര്യമില്ലേ, വായ്പാ പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ 13,000 കോടി രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സുജയ. 5 മാസത്തെ കുടിശ്ശികയ്ക്ക്, അതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. 4,250 കോടി രൂപയുണ്ടെങ്കിൽ ഈ 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കാം. നിലവിൽ ഈ മാസമടക്കം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ തരാനുള്ളത് 3,250 കോടി രൂപയാണ് വിവിധ ഗ്രാൻറ്റുകളിൽ. ഓരോ കണക്കുകളായിട്ട് ഞാൻ വായിക്കുന്നില്ല, പ്രേക്ഷകർക്ക് ബോറടിക്കും, പല കണക്കുകളായി. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേരളീയം കൊണ്ടുണ്ടായതാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കുമോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കോ അഭിപ്രായം ഉണ്ടാവില്ല. നമ്പർ 1. നമ്പർ 2, 16 കോടി രൂപ മാത്രം കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ തവണ ചെലവഴിച്ച ഈ കേരളീയം പരിപാടി, അതിലധികം തുക അവിടെ സാമ്പത്തിക സംക്രമണത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ കോർണറിലും ആ 7 ദിവസം നടന്ന ആ തിരക്ക് തന്നെ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് നടക്കും, അത് ഉണ്ടാവണം എന്നതാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് സ്പോൺസർഷിപ്പിലൂടെയാണ് അനുവദിക്കുക. ലോകമെമ്പാടുമുള്ള ഇത്തരം ഫെസ്റ്റിവലുകൾ നടക്കുന്നത് സ്പോൺസർഷിപ്പുകളിലൂടെയാണ്. ആ സ്പോൺസർഷിപ്പ്, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൂടെ കൂടിയാണ്. നിങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുന്നു, അത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം കൊണ്ട് പ്രതിസന്ധിയിലാകുന്നു എന്ന് കരുതി കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തെ നിങ്ങൾക്കൊരു ഫെസ്റ്റിവലായി സംഘടിപ്പിക്കുന്നില്ല. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആഘോഷം ചമഞ്ഞ് നടക്കാൻ വേണ്ടിയല്ല. അവിടെ ചമഞ്ഞ് നടക്കുന്നതിന് പരിപാടി മാത്രമല്ല ഉള്ളത്. അത് നമ്മൾ കാണുമ്പോൾ അതിൽ എക്സിബിഷൻ സെൻറ്ററുകളുണ്ട്, അതിൽ വൈജ്ഞാനികമായിട്ടുള്ള പരിപാടികളുണ്ട്. ഞാനതാണ് പറഞ്ഞത്, 4,100ഓളം കലാകാരന്മാരിൽ നമ്മൾ ഇപ്പോഴും എണ്ണമെടുത്ത് പറയുന്നത് ഈ ശോഭനയും സ്റ്റീഫൻ ദേവസിയും KS ചിത്രയും ഒക്കെയാണ്. അതല്ലാതെയുള്ള കലാകാരന്മാർ, നാടൻ കലാരൂപങ്ങളുമായി വന്നവർ, അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ആളുകൾ. അവിടെ ശരിയാണ് സുജയ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ആദ്യമം ശരിയായ രീതിയിലല്ല സംഘടിപ്പിച്ചത്, അതിൻ്റെ രീതി ശരിയായിരുന്നില്ല, അതിൻ്റെ ഗ്രാമർ ശരിയായിരുന്നില്ല, അത് പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം ശരിയായിരുന്നില്ല. അത്തരം വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്നേ അടുത്ത കേരളീയം വരാൻ പോകുന്നത്. അപ്പോൾ ആ കേരളീയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവാവുന്നില്ലെങ്കിൽ നിങ്ങൾ ധൂർത്ത് എന്ന് എങ്ങനെ പ്രയോഗിക്കും? ഇപ്പോൾ 10 കോടി ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്, ഇതിനകം തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ 27 കോടിയാണ് ബജറ്റിൽ നിന്ന് ഇതിനായി എടുത്തിട്ടുള്ള വിഹിതം, അല്ലെങ്കിൽ നീക്കി വെച്ചിട്ടുള്ള വിഹിതം. ഇത്തവണ 10 കോടി എന്ന് പറയുന്നത് ഈ പരിപാടി അനൗൺസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലാണ്. ഇപ്പൊ ഇന്ന് കൂടിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ
സംഘാടക സമിതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ നമ്മുടെ വാർത്ത എന്താ? സ്പോൺസർമാരിൽ നിന്ന് ഈ പണം കണ്ടെത്തുക സമ്പൂർണ്ണമായും അതാണ്. അവിടെയാണ് ഡോക്ടർ അരുൺ താങ്കൾ പറഞ്ഞ ആഗോള മാതൃകകൾ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആഗോള മാതൃകകളിലൂടെ നമ്മളും അതേ രീതിയിലേക്ക്, അതേ ലെവലിലേക്ക്, അതേ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ, ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിൽ ഊന്നി സംസാരിക്കാം. ഇവിടെ ഈ സ്പോൺസർമാർ, ഞാൻ ഇപ്പോൾ സർക്കാരിന് ഈ പരിപാടി നടത്തുന്നതിനായി 50 കോടി രൂപ കൊടുത്താൽ അത് കേരളത്തിലുള്ള ഒരു മുറുക്കാൻ കടക്കാരൻ പോലും അറിയണം, സുജയ പാർവതി 50 കോടി രൂപ കൊടുത്തു, അത് പബ്ലിക് ഡൊമൈനിൽ ഡിസ്പ്ലേഡ് ആയിരിക്കണം. അതുണ്ടാകുന്നില്ല. അത് ഞാനാണോ കൊടുത്തത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ 50 കോടി ഞാൻ കൊടുത്തതാണോ, അതോ മറ്റു വഴികളിലൂടെ പണം ഉണ്ടാക്കിയ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുതലാളി കൊടുത്ത 50 കോടിയാണോ എന്നുള്ളത് വെളിപ്പെടാതിരിക്കുമ്പോഴാണ് പാർവതി പറയുന്നത് സുതാര്യതയുടെ വിഷയമാണ്, നമ്മുടെ വിഷയം ധൂർത്താണ്. സുതാര്യതയില്ലാത്ത പണമിടപാടുകൾ നടക്കുന്നത് കൊണ്ടാണ് ആ പണം ഈ പരിപാടിക്ക് വേണ്ടിയല്ല, മറ്റു പരിപാടികൾക്കായി, പാർട്ടിക്കായി, വ്യക്തികൾക്കായി ഒക്കെ ഈ പണം പോകുന്നത്. ഈ പരിപാടി ചോദിക്കുന്നത് കൃത്യമായ സോഴ്സ് വെളിപ്പെടുത്തുകയോ പറയട്ടെ സാർ, ഇതിൽ പണം ചെലവാക്കിയത് ഏത് വഴിക്കൊക്കെയാണ്, ആരിലേക്കൊക്കെ ഈ പണം ഒഴുക്കി, ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ പ്രഖ്യാപിത ലക്ഷ്യത്തെ അംഗീകരിക്കുന്നവരുടെ മുന്നിൽ അതിനായി വന്ന പണത്തെക്കുറിച്ച്, ഈ ചെലവായ പണം മാത്രമൊന്നും അല്ല ഡോക്ടർ അരുൺ വന്നിട്ടുള്ളത്, അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് കണക്ക് പുറത്തുവിടാത്തത്. 100% ഉറപ്പൊന്നുമില്ല. പക്ഷേ സുതാര്യതയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അൻവർ സാദത്ത് ചോദിച്ച മറുപടിക്ക് കണക്കില്ല. അവകാശ നിയമപ്രകാരം കണക്കില്ല. എവിടെ ക്രോഡീകരിക്കാൻ? ഇത്രയ്ക്ക് കണക്കറിയാത്ത ആരാ ഉള്ളേ? നിയമസഭയിൽ പറഞ്ഞ മറുപടി ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല എന്നതാണ് എന്റെ ടേക്ക്. അത് എന്റെ ടേക്ക് തന്നെയാണ്. ആ ടേക്കിൽ തന്നെ പിന്നെ സുജയ്ക്ക് തർക്കിക്കാനുള്ളത്. ഞാനത് സമ്മതിച്ച കാര്യമല്ലേ? പക്ഷെ അറിയേണ്ട കാര്യം, അത് സുതാര്യതയല്ലേ? ധൂർത്ത് എങ്ങനെയാവുക? കേരളീയം എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി, കേരളീയം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ടൊന്നും ആട് പട്ടിയാകില്ല. ആടായിട്ട് നിങ്ങൾക്ക് ആടി പട്ടിയാക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അല്ലല്ല, ആടിനെ പട്ടിയല്ല, ആടിനെ ആനയാക്കാൻ നോക്കുക. ഒന്നുമില്ല. 16 കോടി കഴിഞ്ഞ തവണ ഈ ബഡ്ജറ്റിൽ നിന്ന് ചെലവായി എന്ന് ഞാൻ തന്നെ പറയുന്നു. 16 കോടിയെങ്കിലും ചെലവായിട്ടുണ്ടാവും. ആ 16 കോടി ഈ 4250 കോടി രൂപയുമായിട്ട് നിങ്ങൾ എങ്ങനെ തട്ടിച്ച് എത്ര ശതമാനം ആ തുകയുമായി തട്ടിച്ചു നോക്കുന്നത്? ധൂർത്താകുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്നുള്ള ഒരു താരതമ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കേരളീയത്തിന്റെ ആവശ്യകത എന്താണ്? സർക്കാർ ജീവനക്കാരെ സെമിനാർ കേൾപ്പിക്കാൻ കേരളീയം വേണോ? ഒരു പൊതുപരിപാടി പോലെ? സംസ്ഥാനത്തെ പോലെയല്ല. എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്ന ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കേരളം ജാതി വ്യവസ്ഥയിലൂടെ, ജന്മി വ്യവസ്ഥയിലൂടെ എങ്ങനെയാണ് പോരാടി വന്നത് എന്ന് സമൂഹത്തിന് മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. അത് ശരിയാണെന്നാണ് എന്റെ പക്ഷം. താങ്കൾ പറഞ്ഞല്ലോ, അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടാവുന്നു. ഈ രൂപങ്ങളായി ആദിവാസി സമൂഹങ്ങളെ ഒരു ചേരിയും കേരളത്തിൽ മറവെച്ച് കെട്ടി മറിച്ചിട്ടില്ല സുജയ. അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, പള്ളികളിൽ പെരുന്നാൾ നടക്കുന്നു. ഇതെല്ലാം മതാത്മകമായ ആഘോഷങ്ങളാണ്. അതിനും അപ്പുറത്തേക്ക് മതേതരമായി മനുഷ്യർക്ക് ഒരുമിച്ച് വരാനും അവർക്ക് സംസാരിക്കാനും അവർക്ക് കേരളത്തിന്റെ ഭാവി സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഒരു ഇടം മതേതരമായി ഈ സർക്കാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കും ഞാൻ. ഡോക്ടർ അരുൺ, ഈ പറയുന്ന പ്രഭാഷകർ അണിനിരക്കുന്ന സെമിനാർ അല്ലാതെ ഈ രീതിയിലുള്ള ചർച്ച എവിടെയാണ് നടന്നത്? നിങ്ങൾക്ക് എന്താണ് ഒരു കലയാണ് മനുഷ്യൻ നവീകരിപ്പ്? ചങ്ങമ്പുഴ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല. അല്ല, ആർട്ട് നവീകരിക്കാനാണെങ്കിൽ ഈ ആദിമം എന്ന ആർട്ട് മൂലം എനിക്ക് നവീകരിക്കേണ്ട, എനിക്ക് വീണ്ടും ആ ഇരുണ്ട കാലത്തേക്ക് പോകേണ്ട. നിങ്ങൾ നോക്കൂ, 4100 കലാകാരന്മാർ അണിനിരുന്ന 300 കലാപരിപാടി അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരെണ്ണത്തിന് ചൂണ്ടിക്കാണി ജനവിഭാഗത്തെ അപമാനിക്കലാണ്. അത് നടത്തിയ സംഘാടകരോട് ബി ജെ പിയുടെ ആദിവാസി വിഭാഗത്തിന്റെ പേരെന്താ?
BJP-യുടെ ആദിവാസി വിഭാഗം എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമില്ല. വനവാസി. ആ പ്രയോഗം ശരിയാണോ? വിഭാഗങ്ങൾക്കിടയിൽ ആ പ്രയോഗം ശരിയാണോ? ആദ്യം വനവാസി മാറ്റിയിട്ട് പോവാ, പിന്നെ നമുക്ക് ആദ്യം കുറിച്ച് അല്ല ഡോക്ടർ ആരോട് എന്തിനാണ് ഇങ്ങനെ ഇത്രയും പ്രകോപിതരാകുന്നത്? ഞാൻ വസ്തുതയാ പറയുന്നത്. BJP ചെയ്ത കാര്യം ഞാൻ കണക്കായിട്ട് ഞാൻ പ്രകോപിതയാകില്ല. ഞാൻ അതിന്റെയൊക്കെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തെ അതിന്റെ ലാർജർ പെർസ്പെക്ടീവിലാണ് നോക്കിക്കാണുന്നത്. താങ്കൾ BJP മുകളിലോ താഴെ എവിടെ സംസാരിച്ചാലും താങ്കൾ പറഞ്ഞോളൂ സാർ. ഈ വിഷയത്തിൽ അത് റെലവൻറ്റ് അല്ല. ഒരു പോയിന്റ് ഈ വിഷയത്തിൽ റെലവൻസ് ആദിമം എന്ന് പറയുന്ന ആഭാസതരത്തെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്ന് സുജയ മനസ്സിലാക്കൂ, ഇത് കേരളീയം 2 ആദിമൻ 2 അല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളീയത്തെ കുറിച്ചാണ്. ആദിമം എന്ന പരിപാടി തെറ്റായി നോക്കൂ, ആദിമം എന്ന പരിപാടി തെറ്റായി അവതരിപ്പിച്ചതാണ് എന്നത് കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് നിലപാടെടുത്തിട്ടുള്ള വിഷയമാണ്. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് നോക്കൂ, ഇത് കേരളീയത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കേരളീയം 2-ൽ ആദിമം 1 ഉണ്ടാകും എന്ന വാർത്തയുണ്ടോ? നിങ്ങൾ നോക്കൂ, ആദ്യം പറഞ്ഞു സുതാര്യതയില്ല, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. രണ്ടാമത് പറഞ്ഞു അഴിമതി, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. മൂന്നാമത് നിങ്ങൾ ആദിമം തെറ്റായി പോയ ആദിവാസികളെ അപമാനിച്ച വിഷയം, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ചോദ്യം എന്താ, ധൂർത്താണോ എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, ധൂർത്ത് എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള സമയത്ത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടിയാലോചനകൾ വളരെ നേരത്തെ ഡിസംബറിൽ നടത്തേണ്ട പരിപാടിയാണ് നമുക്കിപ്പോൾ നമ്മുടെ മുൻഗണനയിൽ പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതിനായുള്ള പണപ്പിരിവ് തുടങ്ങുകയും ആ പണം കൃത്യമായി അക്കൗണ്ട് ചെയ്യുകയോ ആ കഴിഞ്ഞ തവണ പിരിച്ച പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതെ അത് പുട്ടടിച്ചു തീർക്കുകയും ചെയ്യുന്നതിന് ധൂർത്ത്. കാട്ടിക്കഴിഞ്ഞു. ആ പണം എവിടെ? പണത്തിന്റെ കണക്കില്ല. ഒരു കാര്യം, നമ്മുടെ ചർച്ച തീരേണ്ട സമയമായി. പക്ഷെ അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒരു ഭാഗം ആദ്യത്തെ പൊസിഷൻ തന്നെ നിൽക്കുകയാണ്. ആ വോട്ടിങ്ങിൽ തന്നെയാണ്, ധൂർത്താണ് എന്ന നിലപാടിൽ തന്നെയാണ്. ധൂർത്താണെന്ന് പറയുമ്പോൾ വലിയ തുകയല്ല എന്ന് താങ്കൾ നിലപാടെടുക്കുന്നു. അതെ, ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ധൂർത്ത് ആണോ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് 4 പേർക്കും ധൂർത്താണ്, ധൂർത്തല്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് ചർച്ച അവസാനിപ്പിക്കാം. ഒരു വിഷയത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകളിലേക്ക് പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് സുജയാണെങ്കിലും ഞാനാണെങ്കിലും സ്മൃതി ആണെങ്കിലും അതിൻ്റെ താങ്കളും പിന്നീട് സുതാര്യത എന്ന പ്രശ്നം ഉന്നയിച്ചത്. അത് ഈ വിഷയത്തിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. സുതാര്യത ഉണ്ടാവണം, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളത്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ആ സിനിമ ആരംഭിക്കുന്നത് ജഗതി ശ്രീകുമാർ നാട്ടിലൊരു സിനിമാ തിയേറ്റർ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നതാണ്. അങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ജനക്കൂട്ടത്തെ കാണും. അപ്പോൾ അവിടെ നിന്നിട്ട് ജഗതി ശ്രീകുമാർ പറയുന്ന കാര്യമുണ്ട്, ഇവിടെ നിർത്തി നമുക്കൊന്ന് അനൗൺസ് ചെയ്യാം, കാരണം കുറച്ച് കൂടുതൽ ആളെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പറയും. പക്ഷേ അതൊരു മരണവീടായിരുന്നു. അപ്പോൾ നാട്ടിൽ സിനിമാ കൂട്ടം വരുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പ്രചാരണവുമായിട്ട് അവിടെ വന്നത് ഒരു മരണവീട്ടിൻ്റെ മാതൊക്കെ വന്നിട്ട് ഈ പ്രചാരണം നടത്തും നാട്ടുകാർ അതേ ഓടിക്കുകയാണ് ചെയ്യുന്നത്. പ്രശ്നം ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ 2ാം ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇത് വേണോ വേണ്ടയോ, ഒരു പൈസ പോലും കൂടുതലായിട്ട് ചിലവാകുന്നില്ല എന്നതിനപ്പുറം സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു വിഷയം വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കലാപരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് 4000 കലാകാരന്മാർ, 300ഓളം കലാപരിപാടികൾ. ഒരു സംസ്ഥാന സർക്കാർ മിഷനറി എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി? നോക്കൂ, അതാണോ നമ്മുടെ പ്രയോറിറ്റി? ഇതാണ് പ്രശ്നം. പറഞ്ഞു കൊടുത്തോട്ടെ, ഇനി ഇതിനകത്ത് ചർച്ചയില്ല. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശങ്കയാണ്. ഒരു സർക്കാർ സംവിധാനം എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചു കൊണ്ടുവന്നൊരു പരിപാടി നടപ്പാക്കി എടുക്കണമെങ്കിൽ അത് മാത്രമല്ല, സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി അവിടെ കൊണ്ടുവന്നിരുത്തും. അതിനുള്ള പ്രത്യേക അവധി അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇത് ധൂർത്തല്ല എന്ന് നമ്മൾ പറയുമ്പം ആ ഒറ്റ വരിയിൽ ഇത് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ധൂർത്താണ് എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്നില്ല. അതിൻ്റെ ഡിഫറൻറ്റ് ആസ്പെക്റ്റുകൾ ചർച്ച ചെയ്യുമ്പം ഒരു ജനവികാരം അതിനെതിരായിട്ടുണ്ട്. ആ ജനവികാരം പല രീതി, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മാത്രം പ്രശ്നമല്ലത്, തെരഞ്ഞെടുപ്പിന് മുമ്പും അത്തരത്തിലുള്ളൊരു ജനവികാരം നിലനിൽക്കുന്നുണ്ട്, ആ അപ്രീതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിശോധനയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആ ഔചിത്യമാണ് പാലിക്കേണ്ടത് ഒരു സർക്കാർ. നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം, ഈ കേരളീയത്തെ ഷോക്കേസ് ചെയ്തുകൂടെയെന്ന്. ഇപ്പം നോക്കൂ, ഡബിൾ ഡെക്കർ ബസ്സുകളിൽ ലണ്ടനിൽ നമ്മൾ മനോഹരമായിട്ട് നമ്മളുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ലണ്ടനിലെ ഡബിൾ ഡെക്കർ ബസ്സുകളിൽ, ബെർലിനിലെ വലിയ ട്രേഡ് ഫെയറിൽ നമ്മുടെ ആളുകൾ പോയിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ദുബായിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്, വെയർ യു ആർ ഷോക്കേസിങ് ഓൾ കൺട്രീസ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ. നേരത്തെ ചൈനയിലെ ട്രേഡ് ഫെയർ പറയുമ്പോഴും മലേഷ്യയിലെ ട്രേഡ് ഫെയർ പറയുമ്പോഴും നമ്മളെ ഷോക്കേസ് ചെയ്യുന്നതിന്
നേരത്തെ അരുൺ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഒരു സിംഗുലർ സ്പോർട്ടിലേക്ക് മാത്രം ചുരുങ്ങി കൂടാ വള്ളംകളി. വിവിധ സ്പോർട്ടുകൾ ഉണ്ടാവട്ടെ അരുൺ, വിവിധ സീസൺസ് ഉണ്ടാകട്ടെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കേരളീയത്തെക്കാൾ മനോഹരമായിട്ട് ടൂറിസം ആഘോഷം നടക്കുന്നുണ്ടൊരു അഭിപ്രായം എനിക്കത് ഉറപ്പായിട്ടും. അതെ, അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെയാണ് അവിടെ തന്നെ ഇത് നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, എല്ലാ ജില്ലകളിലും ഓരോ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. അതൊരു സിംഗുലർ സ്പോർട്ട് ആണെങ്കിൽ ആ സിംഗുലർ സ്പോർട്ടിലേക്ക് ഒരു സീസൺ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ. ഈ രീതിയിലൊക്കെ അതിനെ വിഭാവന ചെയ്തോളൂ. ഈ കേരളീയത്തിന് ഞാൻ എതിരല്ല കേട്ടോ. ആദ്യം ഒരു പറയുന്നത് ഇതൊരു വലിയ പ്രശ്നമേ അല്ല, പക്ഷേ ഒരു ഔചിത്യത്തിന്റെ പ്രശ്നം ഞാൻ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഉണ്ണി ബാലകൃഷ്ണൻ. ഇത്തവണ ഒരു കാര്യം നമ്മൾ പറഞ്ഞു ചർച്ച ചെയ്തപ്പോൾ, ഇത്തവണ കലാപരിപാടികളോ കലാപ്രകടനങ്ങളോ ആഡംബരമായിട്ടുള്ള ഒരു പരിപാടിയും ഉണ്ടാവില്ല എന്നുകൂടി ഇന്നത്തെ തീരുമാനത്തിലുണ്ട്. ആ പരിപാടി എന്ന് പറയുന്നത് വൈജ്ഞാനികമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവും, എക്സിബിഷനുകൾ ഉണ്ടാവും, ആളുകൾക്ക് വന്ന് ഒരുമിച്ച് കൂടാനുള്ള ഇടങ്ങൾ ഉണ്ടാവും. പക്ഷേ അതൊരു വലിയ ലാർജ് സ്കെയിലിൽ കഴിഞ്ഞ തവണ കണ്ടതുപോലെ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതാണ് എടുത്തിരിക്കുന്ന തീരുമാനമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഔചിത്യത്തോടു കൂടിയുള്ള തീരുമാനമാണെന്നുള്ളതാണ് എൻ്റെ ഒരിക്കൽ കൂടിയുള്ള ടേക്ക്. ഇപ്പോൾ ഓണം വാരാഘോഷം നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, എനിക്കൊന്ന് ഓണം വാരാഘോഷം നടത്താൻ സർക്കാർ എടുക്കുന്ന എഫേർട്ട് പോലും കേരളീയത്തിൽ ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാരിതരമായിട്ടുള്ള ഏജൻസികളായിരിക്കും അതിൻ്റെ ഫണ്ടിങ് എല്ലാം നിർവചിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ സുതാര്യത വേണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ മീഡിയ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ധൂർത്തോ എന്ന ചോദ്യത്തിന് 3 പേരും ധൂർത്ത് എന്ന് അഭിപ്രായപ്പെടുന്നു. ഞാൻ ധൂർത്തല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. Meet the editors.